നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഓണമെന്നാൽ ഓർമ്മയാണ്, ഓണമെന്നാൽ ഒരുമിച്ചിരിപ്പാണ്, ഒരുമിച്ചിരുന്നുള്ള കൊച്ചുവർത്തമാനങ്ങളാണ്. വാർത്താ സംപ്രേഷണത്തിനിടയിൽ കംപ്ലീറ്റ് നെഗറ്റിവിറ്റിയാണ് എന്നാണ് പ്രേക്ഷകർ കമന്റ് ചെയ്യാറ്. എല്ലാ നെഗറ്റിവിറ്റിക്കും തൽക്കാലത്തേക്ക് വിട. ഇനി നമുക്കുള്ളത് പോസിറ്റിവിറ്റിയുടെ നേരമാണ്. ഓണം നമുക്ക് വൈബാക്കണം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, എത്ര കാലത്തിലൂടെയുള്ള ഓണങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. പഴയ കാലത്തെ ഓണം ഓർമ്മയുണ്ടോ? അന്ന് റേഡിയോയുടെ മുന്നിൽ ഓണപ്പാട്ടുകളൊക്കെ കേട്ടിരുന്നൊരു കാലം. പിന്നീട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വിയുടെ മുന്നിൽ ഓണത്തിൻ്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരുന്നൊരു കാലം. പിന്നീട് കളർ പടങ്ങളൊക്കെ വരാൻ തുടങ്ങിയ സമയത്ത് കളർ ടെലിവിഷനിൽ മുന്നിൽ പോയിരുന്നൊരു കാലം. ഇപ്പോൾ അതൊക്കെ മാറി ഇൻസ്റ്റാഗ്രാമിൻ്റെ കാലമാണ്, ന്യൂ ജെൻ സിയുടെ കാലമാണ്. പിള്ളേർ പറയുന്നത് എന്തിനെന്ന് പഴയ ആളുകൾക്ക് മനസ്സിലാവണതേയില്ല. പഴയ ആളുകൾ പറയുന്നത് പിള്ളേർക്ക് മനസ്സിലാവണില്ല. കാലം മാറിപ്പോയി. അങ്ങനെ ഒരുപാട് വ്യത്യസ്തങ്ങളായ കാലങ്ങളിലൂടെ നമ്മൾ നടന്നു. ഓണം കണ്ടു, പൂക്കൾ കണ്ടു, പാട്ട് കേട്ടു. ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിലെ റീലുകളുമായി റീൽ ഏത് എന്ന് പോലും തിരിച്ചറിയാത്ത കാലത്താണ് നമ്മൾ നിൽക്കുന്നത്. കഴിഞ്ഞ തവണ ഓണത്തിന് റിപ്പോർട്ടർ ടി വിയുടെ സമ്മാനമായിരുന്നു തലമുറകൾ തകർത്തോണം. ഇന്ന് തലമുറകൾ തകർത്തോണം 2ാം എഡിഷനാണ്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹാഭിവാദ്യങ്ങളുടെ സ്വാഗതം. നമ്മൾ പൊളിക്കുന്നു തലമുറകൾ തകർത്തോണം. വെൽക്കം ടു സെക്കൻഡ് എഡിഷൻ. ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ഒരമ്മ ഈ അമ്മയാണ്. പ്രായമൊന്നുമില്ല എനിക്ക്. അങ്ങനെ മരുമക്കളോട് അവർ വീട്ടിൽ ഇരുന്ന് കാണുന്നുള്ളത് ഓർമ്മയിൽ പറയണം. നല്ലോണം AR റഹ്മാൻ വരെ ഷെയർ ചെയ്ത പാട്ടാണ്. ഈ ജോർജ് സാറ് തന്നെയാടാ. നീ ആരെയാടാ പേടിപ്പിക്കും? അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? ഇക്കണ്ട കാലമായിട്ട് ഞാൻ ആരെയും മേത്ത് കൈ വെച്ചിട്ടില്ല. അതപ്പോ നിങ്ങൾ ഡ്യൂട്ടിക്ക് പോവാറില്ലേ? ഇതാണ് ഇതിന്റെ പ്രശ്നം. നിങ്ങൾക്ക് ഇപ്പൊ വല്ല സിറ്റുവേഷൻഷിപ്പ് ഇതിനടക്ക് നീ കൊണകൊണ വർത്താനം പറഞ്ഞു പുളിച്ച് തിരിയാൻ കേരള ഹെൽത്ത് സർവീസിൽ ഏറ്റവും കൂടുതൽ തീവ്ര ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ്. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല, മനസ്സിലായി. മാവളി മീറ്റാണ്. മാവളി വന്നിട്ട് എന്ത് ചെയ്ത് ഈ ബാക്ക് ബോൺ ബെൻഡ് ചെയ്തിട്ട് ഹെഡ് അങ്ങ് ഷോ ചെയ്തിട്ട് ഇവിടെ പ്രസ് ചെയ്തോളാം. എല്ലാവിധ ആശംസകളും നേരുന്നു. ഹൃദയം നിറഞ്ഞ ഓണാശംസ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുന്നിൽ ഒരുപാട് കലാകാരന്മാരുണ്ട്, ഒരുപാട് കുട്ടികളുണ്ട്, പ്രതിഭകളുണ്ട്, ഒരുപാട് ജോലികൾ ചെയ്യുന്ന മനുഷ്യരുണ്ട്. ആ മനുഷ്യരുടെയൊക്കെ കഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നു. അതോടൊപ്പം നമ്മുടെ പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോഴത്തെ പിള്ളേർ പറയുന്ന എന്തെങ്കിലും മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. കാലം പോയ പോക്കെന്നൊക്കെ നാട്ടുകാർ പറയും. നമ്മുടെ ഏറ്റവും പ്രായം ചെന്ന മുത്തശ്ശി മുതൽ ഏറ്റവും പ്രായം കുറഞ്ഞ കുട്ടി വരെ നമ്മുടെ ഈ പരിപാടിയിൽ പങ്കെടുക്കാനുണ്ട്. കലാകാരന്മാരുണ്ട്, പ്രകടനങ്ങളുണ്ട്, മിമിക്രിയുണ്ട്. നമുക്ക് പറഞ്ഞു നിന്ന് സമയം കളയുന്നില്ല. ഒരു അഡാർ ഐറ്റത്തിലൂടെ നമുക്ക് തുടങ്ങിയാലോ? തുടങ്ങാം. ഉഷാറ് കുറവുണ്ടോ? ഒരു കുറവുമില്ല. ഒട്ടുമില്ല. പണ്ട് എങ്ങനെയായിരുന്നു? പണ്ട് അടിച്ചു പൊളിച്ച് കണക്ക്. ഇപ്പൊ അത് അടിച്ചുപൊളി ഇല്ലേ? ഇപ്പൊ അടിച്ചു പൊളിക്കാൻ സമയമില്ലേ? ആര് കൊണ്ടുപോയി ഈ സമയം? അതൊക്കെ ഇപ്പൊ അങ്ങ് പോയി. അതൊക്കെ കൊണ്ടുപോയി. അടിച്ചുപൊളിയല്ലേ? ഫുൾ വൈബാണ്. മൊത്തം വൈബാണ്. സെറ്റാണ്. 7ാം ക്ലാസ്സിൽ പഠിക്കുന്നേ ഉള്ളൂ. നാക്ക് പോയാൽ അങ്ങ് MAക്ക് പോകും അല്ലേ? അങ്ങനെ ഞാൻ നല്ല കുട്ടിയാ. നമുക്ക് അമ്മയുണ്ട്. ഇവിടുത്തെ ഏറ്റവും പ്രായം കൂടിയ ഒരമ്മ ഈ അമ്മയാണ്. നമസ്കാരം സുശ്രീ അമ്മ. പ്രായമൊന്നുമില്ല എനിക്ക്. അതെ, സത്യം. ഇപ്പൊ പ്രായം എന്നൊക്കെ പറഞ്ഞ മനസ്സിന്റെ ഒരു നമ്പർ മാത്രമാണ്. പ്രായമാകുന്നില്ല ഞാൻ. ഈ അമ്മയും അമ്മയുടെ 4 മക്കളും. എന്റെ 4 മക്കളും. നമ്മൾ അർജുനൻ പിള്ളേ 5 മക്കളും എന്ന് പറയാറുണ്ട്. അതെ. 4 പെൺമക്കൾ എന്തൊക്കെ ചെയ്യുന്നു? ഞാൻ ടീച്ചറായിരുന്നു. ഇപ്പോൾ റിസൈൻ ചെയ്ത് 2 വർഷമായിട്ട്. ഞാൻ പ്രധാനാധ്യാപികയായിട്ട് കഴിഞ്ഞ വർഷം വിരമിച്ചു. ഞാൻ പ്രധാനാധ്യാപികയാണ്. അഡ്വക്കേറ്റ് ആണ്. ഒരു നിയമ തടസ്സവും ഇല്ല. ഒരു മകള് അഡ്വക്കേറ്റാണ്. ഒരു നിയമ തടസ്സവും ഇല്ല. അതാണ്. അപ്പോൾ നമ്മൾ തുടങ്ങുന്നു ഒരു അടാറ് പാട്ടിലൂടെ. കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. മനസ്സിൻ മടിയിലെ മാണ്ടളിരിൽ മയങ്ങൂ മണിക്കുരുന്നേ. കനവായി മിഴികളെ തഴുകാം ഞാൻ, ഉറങ്ങൂ നീ ഉറങ്ങൂ. പകലൊളി മായുമ്പോ ഇരുളു വീഴും വഴി നീ തനി
ഡോക്ടർ അഖില ഏതിലാണ് ഡോക്ടർ? ഞാൻ ആയുർവേദ ഡോക്ടറാണ്. ആയുർവേദ ഡോക്ടറാണ്. പക്ഷേ ഡോക്ടർ അഖിലയ്ക്ക് ഒരുപാട് ഫാൻസ് ഉണ്ട്. ഡോക്ടർ അഖില ഒരാളുടെ ഞെട്ടിക്കുന്ന ശബ്ദം ചെയ്യും. ആസിഫ് അലി ആവാനോ സാർ? ആസിഫ് അലി. ആസിഫ് അലിയുടെ ശബ്ദം എടുക്കാൻ പോകുന്ന ഡോക്ടർ അഖില. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം ഈ ഒരു വേദിയിൽ വന്നിരിക്കാൻ സാധിച്ചാലും അതുപോലെ സാറിന് മുന്നിൽ എങ്ങനെ വന്നിരിക്കും. ഒരുപാട് ഞാൻ TV ഷോസിലും അതുപോലെ റിപ്പോർട്ടർ ചാനലിലും കണ്ട് ഞെട്ടിച്ച ഒരു ആളുടെ മുന്നിൽ ഇങ്ങനെ വന്നിരുന്ന് സംസാരിക്കാൻ തന്നെ ഒരുപാട് സന്തോഷം. ആസിഫ് കേട്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? ആസിഫ് സാറിന്റെ മുന്നിൽ വെച്ചൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് മറ്റൊരു കലാകാരനുണ്ട്. ഈ കലാകാരന്റെ ശബ്ദം കേട്ടാൽ ഒറിജിനൽ കലാകാരൻ വരെ ഞെട്ടും. ഹലോ. ഹായ്. അപ്പൊ ഏറ്റവും കൂടുതൽ മനസ്സിൽ തട്ടി നിന്ന മോഹൻലാലിന്റെ ഡയലോഗ് ഏതാ? അമ്പലത്തിൽ നിന്ന് മടങ്ങുന്ന വഴിക്ക് ഞാൻ കാർത്തികേയ മുതലാളിയുടെ ബംഗ്ലാവിലൊന്ന് കയറി. അയാളവിടെ എത്തിയിട്ടില്ല, വരും. കാര്യം കാണാൻ കിട്ടണില്ല എന്ന് നമ്മൾ പരാതി പറയും. അയാൾ വലിയ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ഒക്കെ ഉള്ള ആളല്ലേ, തിരക്കുണ്ടാവും. പക്ഷേ ആ പണം നൽകുന്ന സുഖം ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. എനിക്കയാളോട് സ്നേഹമില്ല എന്നതുകൊണ്ട് അർത്ഥമില്ല. അപ്പം ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, തനിക്കിങ്ങനെ നല്ല ദേഹസുഖമില്ലാണ്ടായി കിടക്കണ കാണുമ്പോൾ അച്ഛനെന്താ നല്ല ഡോക്ടേഴ്സിനെ ഒന്നും കാണിക്കാതിരുന്നെന്ന് അയാൾ വന്ന് ചോദിച്ചാൽ ഞാൻ എന്താ പറയുക? ഭാനു, ഭാനു, എന്താണോ ഈ കാണിച്ചത്? എന്നെ വിട്ട് പോയി കളഞ്ഞില്ലേ താൻ? കണ്ട കാലം മുഴുവൻ കണ്ണിമ ചിമ്മാതെ എനിക്ക് കൂട്ടുകടന്ന താൻ ഒരു വാക്ക് പോലും പറയാതെ പോയി കളഞ്ഞല്ലോ ശിവനെ. എങ്ങനെയുണ്ടായിരുന്നു അമ്മ? നന്നായിട്ടുണ്ട്. ഗംഭീരമായിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? ഗംഭീര അടാറായിട്ടാണ്. ഓക്കെ, എൻ്റെ ഒരു സംശയം ചോദിക്കട്ടെ അമ്മ. അമ്മയുടെ മനസ്സിൽ ഓണം എന്നൊക്കെ പറഞ്ഞ കൂട്ടുകാരുമായിട്ടൊക്കെ നിൽക്കുന്ന സമയത്ത് എന്താണ് ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ളത്? നമ്മൾ പൂ പറിക്കാൻ പോകുന്നതും പൂക്കള് ഇടണതും അപ്പുറത്തെ വീട്ടിൽ എത്ര ഇട്ടു ഇപ്പുറത്തെ വീട്ടിൽ എത്ര ഇട്ടു എന്നുള്ളത് ഒരു എന്താ പറയാ, കുശുമ്പല്ല, അങ്ങനത്തെ ഒരു എന്താ പറയാ ഒരു അത് തന്നെ അതായിരുന്നു. അതിന്റെ ഒരു രസം വേറെയായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ പിള്ളേര് ചിന്തിക്കുന്നതും ഇതൊക്കെ കുറച്ച് വ്യത്യാസമുണ്ട്. ഓക്കെ, ഹൃതിക, നിങ്ങൾക്ക് ഓണം എന്നൊക്കെ പറഞ്ഞാൽ വലിയ സംഭവമാണോ അതോ എല്ലാ ദിവസം പോലും ഒരു ദിവസം അത്രേ ഉള്ളൂ? അല്ല, എല്ലാ ദിവസം പോലത്തെ ഒരു ദിവസമല്ല. നമ്മളിങ്ങനെ നല്ല സദ്യ കഴിച്ച് പായസം കുടിച്ച് ഇങ്ങനെ ഫോൺ നോക്കി ഇങ്ങനെ കിടക്കുക. അതാണ് കേട്ടോ, സദ്യയും കഴിച്ചു പായസമൊക്കെ കഴിച്ച് ഫോൺ നോക്കി അങ്ങോട്ട് കിടക്കുക. അതാ ഞാൻ വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞു. അനാമിക എങ്ങനെയാ ഓണമൊക്കെ എങ്ങനെയാ? ഇതേപോലെ പൂക്കളമൊക്കെ ഒരുക്കി പൂവൊക്കെ പറിക്കാനൊക്കെ പോകുന്ന ഒരു കാലമുണ്ടോ? സത്യം പറയണം, വെറുതെ ടെലിവിഷൻ വരുമ്പോൾ മാത്രം പറയരുത്. ഇല്ല, ചെറുപ്പത്തിലൊക്കെ അങ്ങനെ പോയിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ പോകാറുണ്ടോ? അങ്ങനെ തുടങ്ങിയ 10 ദിവസം വീട്ടിൽ നിന്നൊക്കെ ഇടുമ്പോ പോയി. നിങ്ങളുടെ കുറെ ഭാഷകളുണ്ടല്ലോ ഈ പുതിയ തലമുറയിലെ, അല്ലെ? ഡെലൂലു അറിയാവുന്ന എത്ര പേരുണ്ട് ഇവിടെ? അവൻ ഫ്രീക്കൻ, അവനറിയാം. അത് നമ്മള് എന്താ പറയാ, ഒരാളെ കുറിച്ച് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് ഫാന്റസി വേൾഡ് ക്രിയേറ്റ്, അങ്ങനെ സംഭവമാണ്. ഈ കക്ഷി പറഞ്ഞത് എന്തെങ്കിലും മനസ്സിലായോ? ആ പറഞ്ഞത് തന്നെ അമ്മയ്ക്ക് മനസ്സിലായില്ല. നമുക്ക് അറിയില്ല, അത് അവര് പറയുമ്പോഴാണ് ഈ വാക്ക് തന്നെ ഞാൻ കേട്ടത്. ഉദാഹരണത്തിന് വെറുതെ ഇരുന്ന് സ്വപ്നം കാണുന്നതാണ് ഡെലൂലു. മഹാബലിയൊക്കെ ഡെലൂലു എന്നൊക്കെ പുതിയ പിള്ളേർ പറഞ്ഞോളേ. എവിടുത്തെ പറയാൻ വന്നു? മിത്തിലുണ്ട് സത്ത്, പൊത്തിലുണ്ട് നത്ത്, ഞാൻ എന്റെ മുത്ത്. ഇതെല്ലാം പുതിയ സാധനങ്ങളാ. അങ്ങനെയുണ്ടോ? അങ്ങനെ സംഭവം ഉണ്ടോ? പിക്കപ്പ് ലൈൻ പിക്കപ്പ് ലൈൻ എന്ന് പറഞ്ഞാൽ പിക്കപ്പ് ലൈൻ എന്ന് പറഞ്ഞ അങ്ങനെ ഒരു സാധനം അങ്ങനെ ചോദിക്കാം. പിക്കപ്പ് ലൈൻ കേട്ടിട്ടുണ്ടോ? പിക്കപ്പ് ലൈൻ ഞാൻ കേട്ടിട്ടില്ല. കണ്ടോ? പിക്കപ്പ് ലൈൻ എന്താണെന്ന് വിശദീകരിച്ചു കൊടുത്തേ. പിക്കപ്പ് ലൈൻ നമുക്ക് ഒരേപോലത്തെ വെച്ചിട്ട് ഒരു കളിയാക്കണ രീതിയിലൊക്കെ ഒരു തട്ടിവിടല സാധനം. ക്രിഞ്ച് എന്ന് കേട്ടിട്ടുണ്ട്, പറയാനുണ്ട്. ക്രിഞ്ച് എന്ന് അങ്ങനെയൊക്കെ ചോദിച്ചങ്ങനെ ക്രിഞ്ച് എന്നൊക്കെ പറയുന്ന സാധനം അല്ലേ? ഇങ്ങനെയൊക്കെ വാക്ക് കേട്ടോ? ക്രിഞ്ച് എന്ന വാക്ക് കേട്ടിട്ടുണ്ടോ? ക്രിഞ്ച് ശ്രീനിവാസൻ പണിയാന്നല്ലേ ഇത്? അതായത് ക്രിഞ്ച് എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ നമ്മൾ പറയുന്നത്, എന്താ പറയേണ്ടത് എനിക്ക് മനസ്സിലാവുന്നില്ല. അർത്ഥമില്ല, അതൊരു അർത്ഥമില്ല. അങ്ങനെയാണ്. ശബ്ദം കൊണ്ട് മാജിക് കാണിക്കുക എന്ന് പറഞ്ഞാൽ പ്രേക്ഷകർ വിശ്വസിക്കില്ല. ഞങ്ങളുടെ കലാകാരനെ പരിചയപ്പെടുത്താം. പേരൊന്ന് പരിചയപ്പെടുത്തിയേ. പ്രതിജ്ഞൻ. മുഴുവൻ പേര് പ്രതിജ്ഞൻ തന്നെ. ഈ പേരെങ്ങനെ വന്നു? അയ്യോ, പ്രതിജ്ഞൻ അല്ലേ? അങ്ങോട്ട് പേര് ജീവിതത്തിൽ ആദ്യമായിട്ടാ. വീട്ടിലെ അച്ഛൻ കല്യാണം കഴിക്കില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്ത് നടക്കായിരുന്നു. അപ്പോ ബോംബെയിലായിരുന്നു. അപ്പൊ ബോംബെയിൽ നിന്ന് വന്ന ഉടനെ പിടിച്ചു കെട്ടിച്ചു. അങ്ങനെ ആ പ്രതിജ്ഞ തെറ്റിയിട്ടുണ്ടായാണ് ഞാൻ. പ്രതിജ്ഞ തെറ്റിയുണ്ടായ ആളുടെ പേര് പ്രതിജ്ഞൻ. പണ്ടൊക്കെ മിമിക്രി ചെയ്യുമ്പോൾ ഈ പട്ടിയും പൂച്ചയുടെ ശബ്ദം എടുത്തിട്ട് ഞാൻ എപ്പോഴും ശ്രദ്ധിക്കുന്നത് ക്ലാരിറ്റിയാണ്. ഇപ്പൊ ഒരു നായകരൊക്കെ ശബ്ദം അപ്പൊ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കേട്ടു. അതുപോലെ കടലിന്റെ ശബ്ദം
റസൂൽ പുക്തി സാറിൻ്റെ അടുത്ത് ഞാൻ ഇതൊക്കെ ചെയ്തപ്പോഴും ആൾ ഇങ്ങനെ ഇരുന്നു ഒന്നും പറഞ്ഞില്ല. അവിടെ ഞാനൊരു ചെറിയ ശബ്ദം ചെയ്തു, കുരുവികളുടെ ശബ്ദം, സ്പാരോസ്. അപ്പൊ അത് കണ്ടപ്പോഴാണ് എനിക്ക് ഏറ്റവും കൂടുതൽ കേട്ടത്. അങ്ങനെ തന്നെ ഈ ബാഹുബലിക്ക് വിളിച്ചപ്പോൾ അവർ വിചാരിച്ചു ഇങ്ങനെ ഇതൊക്കെ തന്നെ ആയിരിക്കും വെച്ചാൽ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ട് 60 അടി ഹൈറ്റ് 90 അടി വീതിയിൽ LED വാളിൽ പ്രോഗ്രാം സ്പോട്ടപ്പ് ചെയ്യാൻ നിൽക്കുക. ആ കാളയുടെ കാലിലെത്രയുള്ളൂ ഞാൻ. പിന്നെ ഇങ്ങനെ നോക്കണം. അങ്ങനെ നിന്ന് സ്റ്റേജിൻ്റെ അറ്റം വരെ പോയിട്ട് ചെയ്തതെന്നറിയോ, അവള് വലിയ ശബ്ദമാണ്. ഇപ്പോൾ ഒരു കുട്ടികളൊക്കെ ബഹളങ്ങളൊക്കെ ഞാൻ ഒരു കോഴിക്കുട്ടി ഇതിൽ മഴയത്ത് ഷൂട്ട് നടക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. ഈ ഒരു തുള്ളി ഡ്രോപ്പ് പൊളിയിട്ടോ. പേരൊന്ന് പറഞ്ഞാട്ടെ. ഞാൻ ദീപ്തിലാൽ, ഡോക്ടർ ദീപ്തിലാൽ. ഡോക്ടർ എന്ന് പറഞ്ഞാൽ? ഡോക്ടർ എന്ന് വെച്ചാൽ നെടുമങ്ങാട് ഹോസ്പിറ്റലിലെ നെടുമങ്ങാട് ജനറൽ ഹോസ്പിറ്റലിലെ ഒഫ്താൽമോളജിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. കണ്ണ് ഡോക്ടർ അല്ലേ? നല്ല തിരക്കുള്ള സമയം കൂടി ആയിരിക്കും. അതെപ്പോഴും അവധി ദിവസം വന്നതാണ് നമ്മളൊപ്പം. മാത്രമല്ല ഈ ഡോക്ടറുടെ പ്രത്യേകതയുണ്ട്. കണ്ണിന് വല്ല കുഴപ്പമുണ്ടോ സുമതി അമ്മയ്ക്ക്? കണ്ണിന് ചെറിയ തിമിരം ബാധിച്ചു തുടങ്ങിയിട്ടുണ്ടോ? ഇല്ലല്ലോ. അങ്ങോട്ട് പോയാൽ മതി. ഏറ്റവും കൂടുതൽ തിമിര ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടർമാരിൽ ഒരാളാണ് അല്ലേ? 2020-25 കാലഘട്ടത്തിൽ നമ്മുടെ കേരള ഹെൽത്ത് സർവീസിൽ ഏറ്റവും കൂടുതൽ സർജറി നടത്തിയ കേരള ഹെൽത്ത് സർവീസിൽ ഏറ്റവും കൂടുതൽ തിമിര ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറാണ്. ഡോക്ടറുടെ പേര് ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞ പ്രേക്ഷകരുടെ കേട്ടോട്ടെ. ഡോക്ടർ ദീപ്തിലാൽ. ഡോക്ടർ ദീപ്തിലാൽ. SP ബാലസുബ്രഹ്മണ്യത്തിന്റെ പാട്ട് ഇഷ്ടമാണോ നിങ്ങൾക്ക്? കേട്ടിട്ടുണ്ടോ? അമ്മയ്ക്ക് ഇഷ്ടമാണ് പാട്ട്. എനിക്ക് അങ്ങേരുടെ പാട്ട് ഭയങ്കര ഇഷ്ടം. SPBയുടെ. നമുക്ക് അവിടെ പോയി ഒരു സർജറി ചെയ്താലോ? ഇത് കേട്ടിട്ട് സാവിത്രി അമ്മയ്ക്ക് തോന്നി ഒരു സർജറി ചെയ്താൽ കൊള്ളാൻ തോന്നി. കണ്ണ് എന്ന് മുതലാണ് കണ്ണാടി വെച്ച് തുടങ്ങിയത്? കണ്ണിന് വലിയ കുഴപ്പമൊന്നുമില്ല. കണ്ടാ. ഇപ്പൊ ഈ പുതിയ കാലത്ത് ഞാൻ അമ്മയെടുത്തൊരു കാര്യം ചോദിക്കട്ടെ. ഇപ്പൊ ഒരുപാട് വാർത്തകൾ വരുന്നുണ്ട്. ഈ കല്യാണം കഴിച്ചിട്ടേ പിള്ളേരെ വീട്ടിലേക്ക് അയച്ചു കഴിഞ്ഞാൽ ചില ആളുകൾ അവിടെ പോയി ബുദ്ധിമുട്ടുന്നു, ചിലർ ആത്മഹത്യ ചെയ്യുന്ന വാർത്തകൾ. ഞങ്ങൾ ഈ കഴിഞ്ഞ വർഷം ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്ത വാർത്തകളിലൊന്ന് ഭർത്തൃ വീട്ടിലെ പീഡനത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത യുവതികളുടെ കഥകളാണ്. ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ എന്താ തോന്നാറുള്ളത് നമുക്ക്? മാനസികമായിട്ട് ഭയങ്കര വിഷമം തോന്നാറുണ്ട്. അപ്പൊ ആ കുട്ടികളൊക്കെ ഇപ്പൊ പെൺമക്കളുണ്ടോ വീട്ടിൽ? ഇല്ലില്ല. ആമക്കളുണ്ട്. എങ്ങനെ മരുമക്കളോട് അവർ വീട്ടിൽ ഇരുന്ന് കാണുന്നുള്ളത് ഓർമ്മയിൽ പറയണം. നല്ലോണം സ്നേഹമാണ്, നല്ല സ്നേഹമാണ്. പെൺമക്കളുണ്ടോ അമ്മയ്ക്ക്? ഉണ്ട്. എൻ്റെ മോളെ സംബന്ധിച്ചോളം എനിക്കൊരു വിഷമം അവൾ പറഞ്ഞിട്ടില്ല. അവര് പിന്നെ വളരെ ഹാപ്പി ആയിട്ടാണ്. നന്നായിരിക്കട്ടെ, അങ്ങനെ തന്നെ പോട്ടെ. അങ്ങനെ അതുകൊണ്ട് അറിയാൻ പറ്റണില്ല. കുടുംബകലം ഉണ്ടാക്കുന്ന അല്ലല്ല, പൊതുവേ നമുക്കൊന്ന് അറിയണമല്ലോ. ഈ കല്യാണം കഴിച്ച് അയക്കുക എന്ന് പറയുന്ന കാര്യം അത് അവസാനിപ്പിക്കേണ്ട സമയമായില്ലേ? ആയി കേട്ടോ. കല്യാണം എല്ലാ അമ്മായിയമ്മയും ഒന്ന് ഓർക്കണം, എല്ലാ അമ്മായിയമ്മയും ഒരു കാലത്ത് മരുമകളായിരുന്നു. അതാണ് പ്രശ്നം. അപ്പോൾ എൻ്റെ ഒരു സംശയം അതല്ലേ, ഈ പഴയ തലമുറയിലെ കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലുള്ള ചില കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അങ്ങനെ വല്ലതും തോന്നാറുണ്ടോ? പഴയ തലമുറയിലെ കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല, പുതിയ തലമുറയിലെ കുട്ടികൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട്. അതെന്തായിരിക്കും കാരണം? അത് ശരിക്കും പറഞ്ഞാൽ പണ്ട് കാലത്ത് രക്ഷിതാക്കൾ പറഞ്ഞത് കേട്ടാണ് കുട്ടികൾ വളരുന്നത്. ഇപ്പോ കുട്ടികൾ പറഞ്ഞ കേട്ടിട്ടാണ് രക്ഷിതാക്കൾ സമ്മതിക്കണം. അങ്ങനെ സമ്മതിക്കണം. അങ്ങനെ വാശിയുണ്ട് പുതിയ തലമുറ എപ്പോഴും? അങ്ങനെ ഒരു വാശിയുണ്ടോ? വീട്ടുകാർ സമ്മതിക്കണം എന്തൊരു വാശി? ഇല്ല, എന്റെ വീട്ടിൽ അങ്ങനെയൊന്നുമില്ല. വളരെ ഹാപ്പിയാ. പണ്ടുള്ള അച്ഛനമ്മമാര് അവരുടെ ബുദ്ധിമുട്ടുകൾ മക്കളെ മനസ്സിലാക്കി കൊടുത്ത് പഠിപ്പിക്കുമായിരുന്നു. ഇന്ന് അച്ഛനും അമ്മയും പ്രഷറിന് വെച്ചിരിക്കുന്ന പ്രഷറിന്റെ മരുന്നിന് വാങ്ങാനുള്ള പൈസ എടുത്ത് മകന്റെ പ്രഷറിന് വേണ്ടി കൊടുക്കുക. അപ്പോഴാ മക്കൾ അഹങ്കാരത്തിലേക്ക് പോകുന്നുള്ളൂ. അവ ബുദ്ധിമുട്ട് അറിയുന്നില്ല, അതാണ് കാരണം. എന്റെ ഒരു സംശയം ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ വല്ല സിറ്റുവേഷൻഷിപ്പും ഉണ്ടോ? അങ്ങനെ ഇതെന്താ പറഞ്ഞതെന്ന് വല്ലോ മനസ്സിലായോ? സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ മനസ്സിലായോ? പുതിയ ഭാഷകൾ പഠിച്ചു വരികയാണ് ഇപ്പൊ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കിയിട്ട്. എന്താണെന്നൊന്ന് പറഞ്ഞു കൊടുത്തേ. എന്തോ ഈ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞു കൊടുത്തേ. രണ്ടുപേരും പ്രണയത്തിലാവൂലേ? പ്രണയത്തിലാവൂലേ? അതെല്ലാരും അറിയില്ലേ? അങ്ങനെയൊന്നുമില്ല. നമ്മ എല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും മൊത്തം. പക്ഷേ എടുത്തു വെക്കാനൊന്നും ശരിക്കും പ്രണയമാണോ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറഞ്ഞാ? ആ സമയത്താണ്, അല്ല വെച്ചല്ല. അറിയാൻ പറ്റുമോ? എങ്ങനെ ഇരിക്കണ്? സിറ്റുവേഷൻ മാറുന്നതിനനുസരിച്ച് എപ്പോ വേണമെങ്കിലും കളയാം റിലേഷൻഷിപ്പ്. അതാണ് അതിന്റെ അർത്ഥം. ഇത് പിന്നെ നമ്മ പ്രോമിസ് ഒന്നും കൊടുത്തു വെച്ചിട്ടില്ലല്ലോ. പിന്നെ അതാണ് പ്രോമിസ് ഇല്ല എന്ന്. പണ്ട് കാലം തൊട്ടായാലും ഇന്നായാലും വിവാഹ ജീവിതം ടോട്ടലി ഒരു അഭിനയമാണ്, അഡ്ജസ്റ്റ്മെന്റ് ആണ്. ആ അഡ്ജസ്റ്റ്മെന്റ് പഠിക്കുക എന്നുള്ളതൊരു ശരിക്കും ഒരു തന്ത്രമാണ്.
അതെല്ലാവരും പഠിക്കണം. വലിയ പ്രകോപനപരമായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ജീവിതം അതിന്റെ പേരാണ് തോന്നുന്നത്. ഏട്ടാ കണ്ടോണ്ടിരിപ്പുണ്ടാവും ഇത് വീട്ടില്. എല്ലാവരോടും ചോദിച്ചു നോക്കൂ, ഇവിടെ ഇരിക്കുന്ന എല്ലാ ഭാര്യയും ഭർത്താക്കന്മാരും പൂർണ്ണമായിട്ടും അവർ സംതൃപ്തരായിട്ടല്ലല്ലോ അവർ അഭിനയിക്കുക. അവരുടെ പാർട്ട്നേഴ്സിനോട് അഭിനയിക്കുന്നു, പാർട്ട്നേഴ്സിന്റെ ഫാമിലിയോട് അഭിനയിക്കുന്നു. ഇഷ്ടമില്ലെങ്കിൽ പോലും ഇഷ്ടമാണെന്ന് കാണിക്കുന്നതാണ് വിവാഹ ജീവിതം. അങ്ങനെയാണോ അമ്മ? അമ്മയുടെ അഭിപ്രായം എന്താ? അങ്ങനെ ഒരു അഭിപ്രായമുണ്ട്. ജീവിതം മൊത്തം അഭിനയമായിരുന്നോ? അല്ല 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 ഇത് അഡ്വക്കേറ്റ് സ്വന്തം ജീവിത അനുഭവത്തിലൂടെ പറയുന്നതാണ്. കാര്യം അവിടെ വരുന്ന ക്ലയന്റിന്റെ അനുഭവത്തിലൂടെ പറയുന്നത്. അവരുടെ തോന്നലിന്റെ ഇതായിരിക്കാം, നമുക്ക് അങ്ങനെ മുഴുവൻ പറയാൻ പറ്റില്ല. സിറ്റുവേഷൻ കൂടാതെ ബെഞ്ചിങ്ങിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. ബെഞ്ചിങ് എന്താ ഈ ബെഞ്ചിങ്? ഇപ്പോൾ ഒരാൾ പോയാൽ രണ്ടുപേരുണ്ടാവും. അപ്പോൾ ഒരാളിട്ട് മറ്റേ അപ്പോൾ രണ്ട് ദിക്കായില്ലേ? പഴയ കാലത്തെ ചെമ്മീനിലെ ആ ഡയലോഗ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ പോയി, ഔട്ട് ഓഫ് ഫാഷൻ ആയി. നീ ഇല്ലാത്ത ജീവിതത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല. അതിപ്പോ ഇല്ല, ഇപ്പൊ ഇല്ല. വന്നോട്ടെ, നിന്നോട്ടെ, പൊക്കോട്ടെ, നോ പ്രോബ്ലം. അതാണ്. അപ്പൊ ഒരു കുടുംബത്തെ നമ്മൾ പരിചയപ്പെടുത്തുകയാണ്. ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. അച്ഛൻ, മക്കൾ, അമ്മ. ഞാൻ രവീന്ദ്രൻ, കാസർഗോഡ് ജില്ലയിൽ നിന്നും വരുന്നു. ബിവറേജസ് കോർപ്പറേഷനിൽ വർക്ക് ചെയ്യുന്നു. ബിവറേജിൽ ഇപ്പൊ വലിയ ബോണസ് ഒക്കെ കിട്ടിയെന്ന് കേട്ടു. 1 ലക്ഷം രൂപ എങ്ങാണ്ടാണ് ബോണസ്. കാണണം. അതെ അതെ അതെ. എവിടെയാണ്? എവിടെ കണ്ടിട്ട് കാര്യമില്ല, കടയിൽ പോയാലേ നടക്കൂ. ഇപ്പൊ അടുത്ത കാലത്തായിട്ട് ഒരാളുടെ തല കുടുങ്ങി പോയിട്ടുണ്ടായിരുന്നു ബിവറേജിൽ വന്നിട്ട്. അത് സാറിന്റെ അവിടെ അല്ല, ഞാൻ കാസർഗോഡാണ്, വേറെ ഹൗസിലാണ്. പക്ഷെ അതൊക്കെ മദ്യത്തിന് വേണ്ടി നമ്മുടെ ഓരോ ആഘോഷങ്ങൾക്കും ബിവറേജിനെ ആശ്രയിക്കുന്ന ഒരാൾ. ഏറ്റവും കൂടുതൽ ഖജനാവിന് കാശുണ്ടാക്കുന്നത് ബിവറേജ് കോർപ്പറേഷനാണ്. ചേട്ടാ എങ്ങനെ എന്തെങ്കിലും അങ്ങനെ ഉണ്ടോ? ഇല്ലല്ലോ. ഞാനോ ഇല്ല, അങ്ങനൊന്നും ഇല്ല. ശരിക്കും ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ. ആളുകൾ മദ്യപിക്കണോ വേണ്ടായോ എന്നാണ് ചേട്ടന്റെ ഒരു ആഗ്രഹം, അഭിപ്രായം? അത് ഒരാളുടെ താല്പര്യമല്ലേ മദ്യപിക്കണോ വേണ്ടയോ എന്നുള്ളത്. പക്ഷേ കേരളത്തിൽ ഏറ്റവും കൂടുതൽ മദ്യപിക്കുന്ന സംസ്ഥാനം കേരളമല്ല കേട്ടോ, അതുപോലെ തെറ്റിദ്ധാരണയാ. പക്ഷേ കൂടുതൽ ആളുകൾ ഒരുമിച്ചിരുന്ന് അടിക്കുന്നത്, ഏറ്റവും കൂടുതൽ ഒറ്റയ്ക്കിരുന്ന് അടിക്കുന്ന സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. സഹകരണ പ്രസ്ഥാനം. അതെ, സഹകരണ പ്രസ്ഥാനം. ദൈവതുല്യനായിട്ടുള്ളൊരു മനുഷ്യനാണ്. ദൈവതുല്യനെ കാണുന്ന മനുഷ്യൻ, ഒരു മനുഷ്യനാണ് നമ്മളിപ്പോൾ കാണുന്നത്. അടിച്ച സ്മെല്ല് വരാത്തൊരു 3-4 ബ്രാൻഡ് പറഞ്ഞു തരുമോ? ഇപ്പോഴും ചോദിക്കാൻ പറ്റും, വിവരയിൽ ക്യൂവിൽ നിന്നിട്ട് ചോദിക്കാൻ പറ്റില്ലല്ലോ. ഏത് മദ്യം അടിച്ചാലും മണം സ്മെല്ലുണ്ടാവും. 4 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ആർക്കും മദ്യപിക്കാം. പറയരുത്, പകലരുത്, പകൽ മദ്യപിക്കരുത്, പകൽ മദ്യപിക്കരുത്, പലരരുത്, എന്താ വെച്ചാൽ ഒരുപാട് പേരുമായിട്ട് കഴിക്കരുത്, പതിവരുത്, എല്ലാ ദിവസവും അങ്ങനെ കഴിക്കരുത്, പറയരുത്, അടിച്ചു കഴിഞ്ഞാൽ പോയി കിടന്ന് ഉറങ്ങിക്കോണം. അതാണ്. അപ്പൊ ഈ 4 കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ ഇതിനൊക്കെ വേണ്ടിയാണ് പിന്നെ എന്തിനാ അടിക്കുന്നേ? വെറുതെ ഇരുന്നാ പോരെ? അതൊരു ചോദ്യമല്ലേ? ഈ കൈ കിടക്കുന്ന പൈസയും കൊടുത്ത് ഇതൊക്കെ പോയി കഴിഞ്ഞ് പകൽ കഴിക്കാൻ പറ്റത്തില്ല, നാട്ടുകാരോട് കഴിക്കാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. എന്താണ് ചേട്ടാ? അപ്പൊ നമ്മുടെ പാട്ട്, അപ്പൊ ഒരു കുടുംബം ഒന്നാകെ ഒരുമിച്ച് പാട്ട് പാടുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. മോളെ കൂടി ഒന്ന് പരിചയപ്പെടുത്തിയാട്ടെ. മോളുടെ പേര്? അനാമിക. എന്ത് ചെയ്യുന്നു അനാമിക? ഡിഗ്രി ചെയ്യുന്നു. ബിവറേജിലൊക്കെ പോയിട്ടുണ്ടോ? ഇല്ല. അച്ഛന്റെ ജോലി സ്ഥലം ഏത് അർത്ഥത്തിലാണ് ഞാൻ ചോദിച്ചത്? ഓക്കെ, ശരി. എന്ത് ചെയ്യുന്നു? 10th-ലാണ്. അമ്മ? ഞാൻ അധ്യാപികയാണ്. എവിടെയാണ്? ഹെഡ് മിസ്ട്രസ് ആണ്, തുരുത്തി മോൾഡ് സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആണ് ഞാൻ. മദ്യപാനികളിൽ കൂടുതലും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം നല്ല മനസ്സിനുടമകളാണ് കൂടുതൽ മദ്യപാനികൾ. പ്രത്യേകിച്ച് സംഗീതത്തെ ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതെനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമുള്ള കാര്യമാണ്. ഈ ഷോ കഴിയുമ്പോൾ ചേട്ട ഹീറോയാണ് പലരുടെയും. അപ്പൊ നമുക്ക് കുടുംബത്തിന്റെ പാട്ട് നമുക്കൊന്ന് കേൾക്കാം. നിറയോ നിറയോ പൊന്നാവണി നിറവറ വച്ചു, കുന്നല്ലിനവിലും മലരും പൊന്നമ്പല നടയിൽ വച്ചു, നിറയോ നിറയോ പൊന്നാവണി നിറവറ വച്ചു,
കുടുംബത്തിന്റെ പാട്ടാണ് കേട്ടത്. എത്ര രസമുള്ള പാട്ടാണല്ലേ. ആ പാട്ടിന്റെ ഈണത്തിനുള്ളൊരു കുടുംബമാണ്. സാവിത്രിയമ്മേ, നമ്മളൊക്കെ കല്യാണമൊക്കെ കഴിഞ്ഞ പണ്ട് ഭാര്യയും ഭർത്താവും അടങ്ങി ഒതുങ്ങി വീട്ടിൽ 4 വരി ഇങ്ങനെ ഡാൻസോ പാട്ടോ ഒന്നും ഇല്ലല്ലോ പണ്ട്. പട്ടാളക്കാരനായിരുന്നു അല്ലേ? ഇതൊക്കെ ഇങ്ങനൊന്നും നടക്കാൻ പാടില്ല എന്നൊക്കെയല്ലേ പറയാ? ഇതൊക്കെ ആഗ്രഹമായിരുന്നു, ഉള്ളിലൊതുക്കി കഴിയായിരുന്നു. ഉള്ളിലൊതുക്കി കഴിയായിരുന്നു. ശരിയാണ് അല്ലേ അമ്മേ? ഒന്ന് മൈക്ക് കൊടുത്തേ. ഇങ്ങനെ കല്യാണം കഴിച്ച് ഭർത്താവുമായിട്ടൊക്കെ കഴിയുന്ന സമയത്ത് ഒന്ന് ഭർത്താവിന്റെ കൈ പിടിച്ച് പുറത്തു പോയപ്പോലും ആൾക്കാർ ഇതെന്തുവാ എന്ന് ചോദിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇപ്പൊ നല്ല ഉഷാറായിട്ട് പിള്ളേർ ഡാൻസ് കളിച്ചിട്ട് പോയി. അങ്ങനെയാണ് വേണ്ടത്. കറക്റ്റ്, അങ്ങനെയാണ് വേണ്ടത്. ഇത് കണ്ടപ്പോൾ പറഞ്ഞില്ലേ, ഒരു മോഹം ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. തീർച്ചയായിട്ടും അല്ലേ? അമ്മയ്ക്കും അങ്ങനെ തോന്നുന്നില്ലേ? കഴിഞ്ഞു പോയ കാലം കാറ്റിനക്കരെ. ഞാൻ പക്ഷെ കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാൻ അബുദാബിയിലായിരുന്നു. അതുകൊണ്ട് ഹസ്ബൻഡിന്റെ കൂടെ. നമ്മുടെ നാട്ടിൽ എന്താ പ്രശ്നം? ഇവിടെ ചെയ്താൽ എന്താ പ്രശ്നം? ഇവിടെ ചെയ്ത ഒരു പ്രശ്നമില്ല. പക്ഷേ വേണ്ടത് ഇവിടെ ചെയ്യണല്ലോ. അന്ന് കാലത്ത് ജീവിക്കണോ ഇപ്പോഴത്തെ കാലത്ത് ജീവിക്കണോ? എന്താ ആഗ്രഹം? ഇന്നത്തെ കാലം ഇത്തിരി കൂടി ഫ്രീ ആയിട്ട്. അന്ന് നല്ല അടിപൊളി കണ്ടോ. അതാണ് അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം അന്നൊക്കെ അങ്ങനെയാണ്. ഭർത്താവിന്റെ അമ്മ അച്ഛന് എന്നൊക്കെ പറഞ്ഞ ആ ഒരു ഇതോടെ ഞങ്ങൾക്ക് നിൽക്കാൻ പറ്റുള്ളായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നുമില്ല. ഒപ്പം ഇരുന്ന് തന്നെ എല്ലാവരും കൂടി വർത്താനം. ഞാൻ അങ്ങനെ ഇരുന്നിട്ട് പോലും ഇല്ല. ഞാൻ അങ്ങനെ ഇരുന്നിട്ടില്ല. പണ്ടങ്ങനെ പറയാം. പണ്ട് ഉമ്മറത്തുള്ള ആണുങ്ങളൊക്കെ വന്നിരിക്കും, നമുക്ക് അവിടെ പ്രവേശനമില്ല. ആ ഒരു സ്വാതന്ത്ര്യം നിങ്ങൾ ശരിക്കും ആഗ്രഹിക്കുന്നില്ലേ ഇപ്പോഴത്തെ തലമുറയിൽ? പണ്ടത്തെ അങ്ങനെയൊന്നും ഇല്ലായിരുന്നാ പറഞ്ഞു. ഇപ്പോഴും അങ്ങനെയുള്ള ആൾക്കാരൊക്കെ പറഞ്ഞല്ലോ, ഭർത്താവിന്റെ കയ്യൊന്നും പിടിച്ച് പോകാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞാൽ പോടാ എന്ന് പറയില്ലേ നമ്മള്? അല്ലേ? അത്രയേ ഉള്ളൂ. അപ്പോഴത്തെ എങ്ങനെയാ നമ്മുടെ അഭിപ്രായം? ഈ പഴയ കാലമാണോ പുതിയ കാലമാണോ നല്ലത്? പുതിയ കാലം തന്നെ. കുറച്ചുകൂടി സ്വാതന്ത്ര്യമൊക്കെ ഉണ്ട് അല്ലേ? ഭർത്താവിനെ ഇങ്ങനെ മുമ്പിലിരുത്തി ഭാര്യയെ ഇങ്ങനെ ഒരുമിച്ച് പോകുന്ന കാലമൊന്നും പണ്ടില്ലായിരുന്നു എന്നാ ഈ അമ്മമാര് പറയുന്നത്. അതെ പണ്ട് അങ്ങനെ ആയിരുന്നു. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അപ്പൊ അങ്ങനെയല്ല. ഇപ്പോഴത്തെ കാലമാണ് കുറച്ചുകൂടി നല്ലത് എന്നാണ് അമ്മ പറയുന്നത്. വേറെ എന്താ വാക്ക്? ബെഞ്ചിങ്. പിന്നെന്താ ഒരു വാക്കുണ്ടല്ലോ, ഗോസ്റ്റിംഗ്. എന്താണ് ഈ ഗോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? കുറച്ചു ദിവസം മെസ്സേജ് എന്നിട്ട് ഇങ്ങനെ താല്പര്യം ഉണ്ടെന്ന് നാട്ടിട്ട് അടുത്ത ദിവസം അറിയാത്ത പോലെ ആ വഴി പോകും. ശരി. അങ്ങനെ പണ്ട് കാലത്ത് എന്താ അതിന് പറഞ്ഞിരുന്നെന്ന് ഓർമ്മയുണ്ടോ? ഇപ്പോഴത്തെ കാലത്തെ ഗോസ്റ്റിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുറച്ചു കാലം സ്നേഹമൊക്കെ നടിച്ചു കഴിഞ്ഞിട്ട് പെട്ടെന്നൊരു ദിവസം ലൈഫിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതിനാണ് തേപ്പ് എന്ന് പറയാ. ഇപ്പോഴത്തെ കാലത്ത് തേപ്പ്. നമ്മളൊരു കലാകാരനെ ഇടയ്ക്ക് മറന്നുപോയി. സുധൻ കൈവേലി, കോഴിക്കോട് ജില്ലയിലെ നാദാപുരം കൈവേലി എന്ന് പറയുന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലാണ്. സുന്ദരമായ ഒരു ഗ്രാമം. സുന്ദരമായ ഗ്രാമം. അതെ. അവിടെ കലയാണ് ജീവിതം. ഞാനൊരു അൺഎയ്ഡഡ് സ്കൂളിൽ ഒരു പാർട്ട് ടൈം ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. സംസ്ഥാനത്ത് മിമിക്രിയും മോണോആക്ടൊക്കെ പഠിപ്പിച്ച് കുറച്ച് കുട്ടികളൊക്കെ ആക്കിയിട്ടുണ്ട്. ഒരു പാട്ട് നമുക്ക് ഈ പിള്ളേരോട് ചോദിക്കാം. ഈ പാട്ട് അവർക്ക് അറിയുമോ ചോദിക്കും? ഇതാരാ പാടിയെന്ന് ഹൃദയടുത്ത് ചോദിക്കാം. ഇസ്രായേലിൻ നാഥനായി വാഴുമേക ദൈവം, സത്യജീവമാർഗമാണു ദൈവം, മർത്യനായി ഭൂമിയിൽ പിറന്നു സ്നേഹദൈവം, നിത്യജീവനെ കിടുന്നു ദൈവം. ഹൃദയക്ക് മനസ്സിലായി ഇതാരാണെന്ന്? ദൈവത്തിന്റെ പാട്ടാന്ന് മനസ്സിലായി. ദൈവമാണ് ഒരു അർത്ഥത്തിൽ പറഞ്ഞത്. പാടിയാണ് സമ്മാനം ഇവിടെ. വെൽക്കം ബാക്ക്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തലമുറകൾ തകർത്തോണം 2ാം എഡിഷൻ. ബോളിൽ ഒരാളിരിപ്പുണ്ടല്ലോ, ഒരു കുസൃതി. എന്താ പേര്? കണ്ണാടിയൊക്കെ വെച്ചിങ്ങനെ കുറച്ച് ഗൗരവത്തിലിരിക്കുക. ആവണി. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 4ാം ക്ലാസ്സിൽ. ഓക്കെ. ഡാൻസ് കളിക്കും. നിങ്ങളുടെ ഫാമിലി മുഴുവൻ ഡാൻസുകാരാണെന്ന് കേട്ടു. ജ്യോതിരാജ്. ഇത് ശ്രീകാന്ത്. ജ്യോതിരാജിന്റെ പാതി ഏതാ? അശ്വതി. നമ്മുടെ പേര് ജിഷ അല്ലേ? ലിഷ. ശരിക്കും പറഞ്ഞാല് നഴ്സറി സ്കൂൾ മുതൽ ഒരുമിച്ച് പഠിച്ചേക്കുന്ന ആൾക്കാരാണ്. ഇതുവരെ പിണങ്ങിയിട്ടേ ഇല്ല. അങ്ങനെ ഇല്ല. നമ്മൾ ഇന്നത്തെ കാര്യം കൊണ്ട് വിളിച്ചിരിക്കും. നമ്മുടെ ചാനലൊക്കെ വന്നു കഴിഞ്ഞാൽ തിരിച്ചു പോകുന്ന സമയത്ത് അടിച്ചു പിരിഞ്ഞേ പോകാറുള്ളൂ. അതാണ് നമ്മുടെ ഒരു രീതി. നമ്മുടെ VS അച്യുതാനന്ദൻ നമ്മളെ വിട്ടു പോയപ്പോൾ നമുക്കെല്ലാം വലിയ സങ്കടമായിരുന്നു അല്ലേ? VSന്റെ ശബ്ദം നമുക്ക് ഒരിക്കൽ കൂടി ഒന്ന് കേൾക്കാം. സജിത്ത് കലവൂരാണ്. ഒരു ഹോട്ടലിലെ ഷെഫാണ്. സൗത്ത് ഇന്ത്യൻ മീൽസ്, അതായത് ഈ നമ്മുടെ സദ്യയൊക്കെ ഒരുക്കില്ലേ? സദ്യയൊക്കെ വയ്ക്കും. അതെ. അതാണ് നമുക്ക് ഏറ്റവും ഇഷ്ടം. അപ്പോൾ പറഞ്ഞാട്ടെ, സജിത്ത് കലവൂരെ നമുക്ക് VSനെ ഒന്ന് ഓർമ്മിച്ചു വരാം. അച്ഛനും അമ്മയും അടങ്ങുന്ന ഒരു സന്തുഷ്ട കുടുംബമായിരുന്നു ഞങ്ങളുടേത്. അങ്ങനെ ഇരിക്കെ അമ്മയ്ക്ക് മാരകമായ വസൂരി രോഗം പിടിപെട്ടു. അന്നൊക്കെ വസൂരി വന്നയാളെ ആളൊഴിഞ്ഞൊരു സ്ഥലത്ത് ഒരു കൂരയുണ്ടാക്കി അതിലേക്ക് മാറ്റും. ആരെങ്കിലുമൊക്കെ മരുന്നോ വെള്ളമോ കൊടുത്താലായി
എന്ന സ്ഥിതിയാണ്. പലപ്പോഴും ദൂരസ്ഥലങ്ങളിൽ നിന്ന് വരെ വേദന കൊണ്ട് രോഗി നിലവിളിക്കുന്നത് കേൾക്കാമായിരുന്നു. ഈ ദുരിതത്തിൻ്റെ എല്ലാം അവസാനം രോഗി മരിച്ചു പോവുകയാണെങ്കിൽ ആ കൂരയടക്കം കത്തിച്ച് കളയും. എന്തൊരു ദുരവസ്ഥയാണ് എന്നാലോചിച്ചു നോക്കൂ. അങ്ങനെ ഞങ്ങളുടെ അമ്മയെയും ആളൊഴിഞ്ഞൊരു സ്ഥലത്തെ പാടുവരമ്പത്ത് ഓല കൊണ്ടൊരു കൂരയുണ്ടാക്കി അതിലേക്ക് മാറ്റി. ഞാനാണെങ്കിൽ ആ സമയത്ത് നന്നേ ചെറുപ്പം. അമ്മയെ കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ച് കരയുന്ന സമയത്ത് പാടവരമ്പത്ത് കൊണ്ടുപോയി ദൂരെയുള്ള ആ കൂരയിലേക്ക് അച്ഛൻ കൈ കൊണ്ട് കാണിച്ചിട്ട് അച്ഛൻ അമ്മ അതിനകത്തുണ്ട് എന്ന് പറയും. ഒരു പക്ഷേ ആ ഓലപ്പഴുതുകൾക്കിടയിലൂടെ അമ്മ ഞങ്ങളെ കാണുന്നുണ്ടായിരിക്കും. കാര്യമൊന്നും അറിയാതെ കുറേ നേരം കഴിയുമ്പോൾ ഞങ്ങൾ തിരിച്ചു പോരും. കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി അമ്മ ഞങ്ങളെ വിട്ടുപോയി എന്ന്. ഓക്കെ, ഗംഭീരമായി അല്ലേ? അമ്മയുടെ കണ്ണ് നിറഞ്ഞു അല്ലേ? കണ്ണ് നിറഞ്ഞു. വി എസിനെ എങ്ങനെ ഓർമ്മിക്കുന്നത്? ഓർമ്മകളിൽ തങ്ങി നിൽക്കുന്ന ചുരുക്കം ചില നേതാക്കളിൽ ഒരു ബഹുമാനി അല്ലേ? ഓക്കെ, അവസാന ഭാഗം കൂടെ നമുക്ക്. അമ്മ പോയതിന് ശേഷം അമ്മ പോയതിൻ്റെ ദുഃഖമറിയിക്കാതെയാണ് അച്ഛൻ ഞങ്ങളെ നോക്കി വളർത്തിയത്. പക്ഷേ അധികം താമസിക്കാതെ അച്ഛനും ജ്വരം പിടിപെട്ടു. മരണക്കിടക്കയിൽ അച്ഛൻ കിടക്കുമ്പോൾ പേരറിയാവുന്ന ദൈവങ്ങളെയെല്ലാം വിളിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അമ്മയില്ലാത്ത ഞങ്ങൾക്ക് അച്ഛനെയെങ്കിലും തരണേ തമ്പുരാനേ എന്ന്. പക്ഷേ ദൈവം ഞങ്ങളുടെ വിളി കേട്ടില്ല. അമ്മയില്ലാത്ത ഞങ്ങൾ കുരുന്നുകളെ തനിച്ചാക്കി അച്ഛനും പോയി. അന്നൊന്നും വിളി കേൾക്കാത്ത ദൈവങ്ങളെ പിന്നെ വിളിക്കണ്ട എന്ന് തീരുമാനിക്കുകയായിരുന്നു. പക്ഷേ ഏറ്റവും കൂടുതൽ അന്ന് സോഷ്യൽ മീഡിയയിൽ വൈറലായിട്ടുള്ളൊരു വാചകങ്ങളിൽ ഒന്നായിരുന്നു എന്തുകൊണ്ടാണ് ആ ദൈവവിശ്വാസം നഷ്ടപ്പെട്ടു പോയത് എന്നുള്ളത്. ഗംഭീരമായി സജിത്തെ, വളരെ ഇമോഷണൽ ആയിട്ടാണ് സജിത്തെ സംസാരിച്ചത്. പി എസ് അല്ലാതെ വേറെ ഏതാ? ഐസക് സാറിന് ഐക്യജനാധിപത്യം വലതുപക്ഷം ഇവിടെ ഇവിടെ ഉണ്ട്. വലതുപക്ഷത്തെ നമ്മൾ ഗവനിക്കാതെ പോകുന്നു. തീർച്ചയായിട്ടും, പ്രത്യേകിച്ച് നമ്മുടെ ഉമ്മൻചാണ്ടി സാർ. ഒരു നിമിഷം, അവിടെ തോമസ് ഐസക്, ഇത് ഉമ്മൻചാണ്ടി. നിങ്ങളെ എല്ലാം കാണാൻ സാധിച്ചതിൽ അതിയായ സന്തോഷമുണ്ട്. ജനങ്ങൾക്ക് ദോഷം വരുന്ന ഒരു നടപടിക്രമങ്ങളും എൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവില്ല. നിയമത്തിൻ്റെ വഴിക്ക് പോകും, ഞാൻ എൻ്റെ വഴിക്ക് പോകുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. എല്ലാവിധ ആശംസകളും നേരുന്നു. ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇപ്പോൾ എല്ലാവരും വളരെ സന്തോഷത്തോടെ ഓണം ആഘോഷിക്കുക. സത്യത്തിൽ ഇത് ഓണമാണോ ലോണമെന്നേ ഞാൻ പറയുള്ളൂ. കാരണം എല്ലാവരും അവിടുന്ന് ഇവിടുന്ന് ഒക്കെ കടം മേടിച്ച് ആഘോഷിക്കുക ലോൺ എടുത്തിട്ട്. ഇത് 10-11 മാസം കൊണ്ട് അടച്ചു തീർത്തിട്ട് അടുത്ത ഓണം വരും, പിന്നെ എടുക്കും ലോണ്. അപ്പോൾ ശരിക്കും ഇതിൻ്റെ പേര് ലോണമെന്ന്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസ. അടിപൊളി കേട്ടോ, സൂപ്പർ. 36 വർഷമായടാ ഞാൻ ഈ രാഷ്ട്രീയത്തിൽ. ഇതിനിടയിൽ പുറത്തറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് നാളുകളോടൊപ്പം ഞാൻ ഓണാഘോഷിച്ചിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഇപ്പം ഇതിനിടയ്ക്ക് ഈ ഓണം കഴിഞ്ഞിട്ട് അടുത്ത മാസം കന്നിമാസം 5-ാം തീയതി ഞാൻ കഞ്ഞി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോഴേ ജോർജ് പഴയ ജോർജ് തന്നെയാണ്, മനസ്സിലായില്ലേ? ഇതിനിടയ്ക്ക് നീ കൊണകൊണ വർത്താനം പറയും, പൊളിച്ച തെറിയാൻ പറയും, ഒരു സംശയമില്ലാത്ത കാര്യം. ഓക്കെ, മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുന്ന ശൈലി ഒന്നല്ല. തിരുവനന്തപുരത്ത് ഓഫീസിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് സാധാരണ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ മാധ്യമപ്രവർത്തകർക്ക് എന്താണെന്ന് അറിയാനുള്ള താല്പര്യം ഉണ്ടാവുമല്ലോ, എന്താണെന്ന് അറിയാൻ. അന്നേരം എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. അതിൻ്റെ ഇടയിൽ ഒരു ചോദ്യം ഞാൻ കേൾക്കുന്നുണ്ട്, അത് ചോദിക്കാം എന്ന് പറയുന്നത്. ഞാൻ ചോദിച്ചു, ഏത് ചാനലിൻ്റെതാ? അറിയണല്ലോ. ചതയം വേണ്ടേ? എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ
ചതയദിന ആശംസകൾ. വന്നപ്പോൾ തന്നെ ഒരുപാട് മഞ്ഞക്കാറും മഞ്ഞ ഷർട്ടണിഞ്ഞിട്ടുള്ളവരെയൊക്കെ കാണുമ്പോൾ അമ്മച്ചീനൊക്കെ കണ്ടപ്പോൾ ഒരു വലിയ സന്തോഷമാണ് തോന്നുന്നത്. എന്തായാലും ഈ ഒരു നല്ല ദിവസത്തോടനുബന്ധിച്ച് ഇവിടെ വരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി. അടിപൊളി, സൂപ്പർ, എക്സലന്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പേര് ഒന്ന് പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കാം. വിജേഷാണ്, കണ്ണൂർ. ഇപ്പൊ എന്താ ചെയ്തേ? ഇപ്പോൾ ഒരു പല്ലി എന്ന് പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഉണ്ട്. നമ്മൾ 3 പേര് ചേർന്നാണ് ചെയ്യുന്നത്. പല്ലി. അതെ അതെ. നിങ്ങൾ 3 പേരും സ്കിറ്റ് ചെയ്യാറുണ്ട് അല്ലേ? പല്ലി സ്കിറ്റിലെ കലാകാരന്മാരാണ് കേട്ടോ ഈ ഇരിക്കുന്ന 3 പേരും. നമ്മളെന്താ ചെയ്യുന്നേ? ഞാൻ ചെണ്ട കലാകാരനാണ്. പാട്ടുകൾ എഴുതും. അങ്ങനെ ഞാനിപ്പം പ്രകമ്പനം എന്ന് പറഞ്ഞ ചിത്രം ത്രൂ ഔട്ട് വേഷം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വിജേഷ് പാണത്തൂർ ഡയറക്റ്റ് ചെയ്തില്ല. അപ്പം നവാസ് ഖാനെ എൻ്റെ കൂടെയാണ് അവസാനമായിട്ട് അഭിനയിച്ചത്. നവാസ് ഖാൻ, കലാഭവൻ നവാസ്. ലാസ്റ്റ് സീൻ നിങ്ങളുമായിട്ടാണ്? ലാസ്റ്റ് വെച്ചാൽ അതിന് തൊട്ട് മുന്നില്ല. അപ്പം എൻ്റെ ഇൻട്രോ നവാസ് ഖാൻ്റെ കൂടിയായിരുന്നു. അപ്പം നമ്മൾ വർഷങ്ങളായിട്ട് കാണണമെന്ന് ആഗ്രഹിച്ച ഒരാളെ ഭയങ്കര ജെനുവിനായിട്ട് ഭയങ്കര എന്താ പറയുക കോമഡിയൊക്കെ പറഞ്ഞിട്ട് എന്നെയൊക്കെ കെട്ടിപ്പിടിച്ച് കുറേ ദിവസം നിന്നിട്ട് ഞാൻ 2 ദിവസം ബ്രേക്കിന് നാട്ടിൽ പോകുമ്പോൾ എന്നോട് പറഞ്ഞാൽ പോലടാ നമുക്ക് ഇവിടെ അടിച്ചു വിളിക്കാടാ ഇവിടെ നിൽക്കടാ ഒക്കെ പറഞ്ഞ് ഞാൻ പിന്നെ മക്കളൊക്കെ കാണാൻ പോയി. നാട്ടിലെത്തിയപ്പോഴാണ് പുള്ളി മരിച്ചിട്ടുണ്ട്. ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് എൻ്റെ കുടുംബക്കാർ മരിച്ചിട്ട് കരഞ്ഞിട്ടില്ല. ഞാൻ ജീവിതത്തിലായിട്ട് കരയുന്നത് നവാസ് ഖാൻ മരിച്ചിട്ടാണ്. വെൽക്കം ബാക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് തലമുറകൾ തകർത്തോണം സെക്കൻഡ് എഡിഷൻ. വെൽക്കം ബാക്ക്. നവാസിന്റെ സ്പോട്ട് ഒന്ന് കണ്ടിട്ട് വന്നാലോ? ഞാൻ ഈ നിമിഷത്തിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. കാരണം ഇപ്പം നമ്മളൊന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ തിരിച്ച് വീടെത്തുന്ന യാതൊരു ഉറപ്പിലിരിക്കില്ല. ഇന്ന് നമുക്ക് കാണാം എന്ന് ഇന്നലെ ഞാൻ പറഞ്ഞു. പക്ഷെ ഇന്ന് കാണാൻ പറ്റുന്നുള്ള യാതൊരു ധാരണ എനിക്കുണ്ടായിരുന്നില്ല. അപ്പം അത്രയുള്ള നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളും കാര്യങ്ങളൊക്കെ എന്തുമാത്രം പ്രാവർത്തികമാക്കാൻ പറ്റും എന്താവുമെന്നുള്ളത് നമുക്കറിയില്ല. ഒരുപാട് വർഷത്തെ ഒരു യാത്രയാണ്. ആ യാത്രയിൽ ഞങ്ങളെ കൂടെ നിൽക്കുന്നു എന്ന് പറയുന്നത് തന്നെയാണ് വലിയ കാര്യം അല്ലേ? ഇപ്പോൾ സത്യൻ സാറിൻ്റെ കാര്യം മുതൽ 40 വർഷത്തിന് ശേഷം സിനിമ ചെയ്യാൻ സാധിക്കുക എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്, സന്തോഷമാണ്. നല്ല സിനിമകളുണ്ടാവട്ടെ, നമുക്കതിനെ ചേർന്ന് പ്രവർത്തിക്കാം. അപ്പോൾ സനീഷ് നല്ലൊരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് ശാസനം ഇമിറ്റേറ്റ് ചെയ്യും. ആര് പറഞ്ഞു? ആ സനീഷ് അല്ലേ ഇത്? എന്തിനാടാ കൊന്നിട്ട്? അയാളുടെ മകളും നമ്മളെ പോലെ തന്തയില്ലാത്തവരാകണം. നമ്മൾ അനാഥരാണ്, ഗുണ്ടകളല്ല. മനസ്സിലായി? ഗുണ്ടകളല്ല. അപ്പൊ നമ്മൾ അഭിരാമി എവിടെയുള്ള? അഭിരാമി അപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ BSc മാത്തമാറ്റിക്സ്. എന്തിനാ BSc മാത്തമാറ്റിക്സ് എടുത്ത്? അതാണ് ചോദ്യം. ടീച്ചറെ കണ്ട ഇത് എന്തിനാ എടുത്തത് ചോദിച്ചാൽ എന്തിനാണോ എന്താണ് ചോദിച്ചത്? ഇഷ്ടമാണ്, മാത്സ് ഇഷ്ടമാണ്, അങ്ങനെ എടുത്തതാ. പക്ഷെ പഠിച്ചു കഴിഞ്ഞപ്പോ ഇപ്പൊ എന്ത് തോന്നുന്നു? വീണ്ടും ഇഷ്ടപ്പെടാൻ തോന്നുന്നുണ്ടോ? ദൂരെ നിന്ന് കണ്ടപ്പോൾ ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ അല്ലേ? ഈ പഴയ കാലത്തെ മനുഷ്യരെയാണോ അല്ലെങ്കിൽ അവരുടെ ബന്ധങ്ങളാണോ പുതിയ കാലത്തെ ബന്ധങ്ങളാണോ നിങ്ങൾക്ക് ഇഷ്ടം? എനിക്ക് സത്യം പറഞ്ഞ കമ്പനി നോക്കുമ്പോൾ എനിക്ക് 2K ആയിട്ടും 90s ആയിട്ടും ഞാൻ ഒത്തുപോകും. അതുകൊണ്ട് എനിക്ക് രണ്ടും ഒരുപാട് ഇഷ്ടം തന്നെയാ. എവിടെയാ പഠിക്കുന്നത്? വൈക്കത്ത്. നീ ഇത് കഴിഞ്ഞിട്ട് എന്താ പരിപാടി? +2 ഒക്കെ കഴിഞ്ഞിട്ട് അത് നീറ്റിന്റെ കോച്ചിങ്ങിന് ഡോക്ടർ ആവാൻ തന്നെ തീരുമാനിച്ചു. ജിഞ്ചിലു, പേരിലെ ജിഞ്ചിലു ഉള്ളൂ. ബിജു മേനോനും പാട്ടുണ്ടായിട്ട് ചെയ്യുന്ന കക്ഷിയാ. 36 വർഷമായിട ബെൻസേ ഞാൻ ഈ കുപ്പായ ഇടാൻ തുടങ്ങിയിട്ട്. അതിനിടയിൽ പുറത്ത് അറിയുന്നതും അറിയാത്തതുമായ ഒരുപാട് ചെറ്റത്തരം ഞാൻ ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതിലൊന്നും ഒരു റിഗ്രറ്റും ഇല്ലടാ എനിക്ക്. 2 ദിവസം കഴിഞ്ഞ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് റിട്ടയർഡായി DYSP മെഡലും വാങ്ങി പുറത്തിറങ്ങുന്ന ഈ ജോർജ് സാറ് ജോർജ് സാറ് തന്നെയാടാ. നീ ആരെയാടാ ഈ പേടിപ്പിക്കുന്നത്? ആരെയോ? എടാ, നിന്നെ കാണാൻ ജോർജ് സാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിലേ, നിന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലേ, നീ ഇനിയും ജോർജ് സാറിനെ കുറെ അറിയാനുണ്ട്. നീയാ ഓക്കെ. സന്തോഷ് പാലക്കാട് മിമിക്രിയും ഉണ്ട്. എന്താ ചെയ്യുന്നത്? ഫേവറേറ്റ് ഐറ്റം സന്തോഷിന്റെ? ഞാൻ നമ്മുടെ അജിത്ത്, അൾട്ടിമേറ്റ് സ്റ്റാർ അജിത്ത് ചെയ്യും. പിന്നെ രജനി വിനായകന്റെ കോംബോ നമ്മുടെ ജയിലർ സിനിമയിലെ ഡയലോഗ്. ബാക്കി MN നമ്പ്യാരും മറ്റേ ശിവാജി ഗണേശനും ഇവരൊക്കെ പറഞ്ഞ അങ്ങനെ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇനി ഒരു ഗംഭീരമായിട്ടൊരു പെർഫോമൻസ് കാണാം. നമ്മുടെ പ്രതിജ്ഞന്റെ ഒരു വെടിക്കെട്ട് പൊട്ടിക്കാം.
എക്സലന്റ്. എത്ര ഷാർപ്നെസ് ആണല്ലേ നമുക്ക്, അത്ര സൂക്ഷ്മതയിലാണ് ആ ശബ്ദങ്ങൾ വരുന്നത്. ഓരോ തലമുറയ്ക്കും ഓർമ്മകൾ വ്യത്യസ്തമായിരിക്കും, ഓരോ തലമുറയുടെയും അനുഭവം വ്യത്യസ്തമായിരിക്കും. പ്രേക്ഷകർ ഇപ്പോൾ കണ്ടതല്ല ഇനി വരാൻ ഇരിക്കുന്നത്. നാളെ തുടരും. വീണ്ടും തലമുറകൾ തകർത്തോണം 2ാം എഡിഷൻ 2ാം ഭാഗം നാളെ വീണ്ടും കാണാം. എല്ലാ പ്രേക്ഷകർക്കും ഓണാശംസകൾ. നന്ദി.